നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ രാഷ്ട്രീയ പോരാട്ടത്തിന് വഴി തുറന്ന് നിയമസഭാ സമ്മേളനം നാളെ മുതൽ തീപാറുന്ന രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇരുപക്ഷത്തെയും കാത്തിരിക്കുന്നത്. 15ാം കേരള നിയമസഭയുടെ അവസാന സഭാ സമ്മേളനം നാളെ തുടങ്ങാൻ പോവുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് തുടങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സഭാ സമ്മേളനം ആയതുകൊണ്ട് തന്നെ ഭരണ പ്രതിപക്ഷ പോരാട്ടത്തിന്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ തന്നെയാണ് നാളെ നിയമസഭയിൽ കാണാൻ പോകുന്നത്. ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാകും സഭാ സമ്മേളനത്തെ ചൂടുപിടിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് വാസു പത്മകുമാരടക്കമുള്ളവർ അകത്ത് കിടക്കുകയാണ്. അതിനാൽ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആയുധം ശബരിമലയായിരിക്കും. മാത്രമല്ല ഭരണപക്ഷം അതുകൊണ്ട് പ്രതിസന്ധിയിലല്ലേ? ഭരണപക്ഷം അങ്ങനെ പ്രതിസന്ധിയിലാകും. ശബരിമല കൊള്ളയിൽ പ്രതിപക്ഷത്തെ ആക്രമിക്കാനുള്ള എല്ലാ ആയുധവും ഭരണപക്ഷത്തിന്റെ കയ്യിലുമുണ്ട്. സോണിയാഗാന്ധിയെ പോറ്റി കാണാൻ പോയതും അതിന് അടൂർ പ്രകാശ് കൂട്ടുപോയതും അവരുന്നയിക്കും. അതിനൊപ്പം തന്നെ വാജിവാഹനം പ്രയാറെടുത്ത് തന്ത്രിക്ക് കൊടുത്തതും ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കും. പക്ഷെ അന്ന് ഭരണപക്ഷത്തിന്റെ ഒരു അംഗവും ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹം ഇത് കണ്ടില്ല. അദ്ദേഹം ഇരുന്ന ദേവസ്വം ബോർഡിൽ ഇത് ചർച്ച ചെയ്തിട്ടില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഏതായാലും നിങ്ങൾ സംസാരിക്കുമ്പോഴുള്ള തർക്കം പോലെ നമ്മൾ സംസാരിക്കുമ്പോഴുള്ള തർക്കം പോലെ വലിയ ബഹളം ശബരിമല സ്വാഭാവികമായിട്ടും. ഇതെല്ലാം പറയുമ്പോഴേ ഈ 3 ബലാത്സംഗ കേസിൽ പീഡന കേസിൽ പ്രതിയായി ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം സഭയിൽ ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയായിരിക്കും അല്ലേ? ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് MLA സ്ഥാനത്ത് നിന്നും രാജിവെപ്പിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവർ പറയും ഞങ്ങളുടെ പാർട്ടിയിലെ ആളല്ല എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുമായിരിക്കും. അങ്ങനെ വരുമ്പം കോൺഗ്രസ് തിരിച്ച് അല്ലെങ്കിൽ UDF തിരിച്ചു പറയാൻ പോകുന്നത് മുകേഷൊക്കെ അപ്പുറത്തിരിക്കുകയല്ലേ എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രശ്നം വരാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാനുള്ള ഒരു നീക്കം ഈ സഭാ സമ്മേളനത്തിൽ നടക്കും. കാരണം DK മുരളിയുടെ ഭാഗത്ത് നിന്ന് അതിന്റെ പരാതി എത്തിക്കഴിഞ്ഞു. അത് പ്രായോഗികമല്ല. കാരണം അതിന് പ്രിവിലേജ് കമ്മിറ്റിയൊക്കെ കൂടി അതിന്റെ മൊഴിയൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് അതിന് കാലം എടുക്കും. അപ്പോഴും രാഹുലിന്റെ രാജിക്ക് വേണ്ടി പ്രതിപക്ഷം പ്രസ് ചെയ്യുന്നില്ല എന്നൊരു വിഷയമില്ലേ? അത് മാത്രമല്ല ഈ പറയുന്ന അയോഗ്യതാ വിഷയത്തിൽ ഒരു പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൽ ഈ പറയുന്ന പ്രതിപക്ഷം എന്ത് നിലപാടെടുക്കും എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാമുദായിക സമവാക്യങ്ങൾ എന്തൊക്കെയാണ് ചർച്ചയാകാമെന്നുള്ളത് സഭയിൽ ഉറപ്പായും ഉണ്ടാകും. കാരണം ഈ നായർ ഈഴവായിക്കും, ഇത് മാത്രമല്ല ഹിന്ദു വോട്ടുകൾ പിടിച്ചു നിർത്താനുള്ള CPM തന്ത്രം, അത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റും വലുതായതിനാൽ തന്നെ ആ പ്രശ്നം വലിയൊരു പ്രധാന വിഷയമായി തന്നെ സഭയിൽ ഉയർന്നു വരും. ഇന്നലെ NSS ജനറൽ സെക്രട്ടറി SNDP ജനറൽ സെക്രട്ടറിയും VD സതീശനെ പ്രതിപക്ഷ നേതാവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് രംഗത്ത് വന്നത്. അപ്പോൾ അതിൽ ഭരണപക്ഷത്ത് നിന്ന് ഒരു ആരോപണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആര് തടയിടും? ഭരണപക്ഷം ഒരു പ്രതിപക്ഷത്തിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ VD സതീശനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ പുനർജനിയുടെ വിഷയം വരില്ലേ? ഉറപ്പായിട്ടും സഭയിൽ വരുമ്പോൾ പ്രതിപക്ഷം അതിനെ വേറൊരു രീതിയിലായിരിക്കും ഭരണപക്ഷത്തിനെതിരെ ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ ചർച്ച കൊണ്ടുവരാനായിരിക്കും ശ്രമിക്കുക. പക്ഷേ അവിടെ അപ്പോൾ പ്രതിപക്ഷ നേതാവിന് മറുപടി പറയേണ്ടി വരും. എത്ര വീട് നിർമ്മിച്ചു, ഏതൊക്കെ സ്ഥലമാണ്, ആരെയൊക്കെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്നതെന്ന് പറയേണ്ടി വരും. ഈ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് അടിക്കാൻ പോകുന്നത് PM ശ്രീ ആയിരിക്കും. വിഷയം വരുമ്പോൾ ഭരണപക്ഷത്ത് വലിയൊരു പ്രശ്നം നിലനിൽക്കുകയാണ്. CPI ഭിന്നത അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് BJP അന്തർധാര പ്രതിപക്ഷം സ്വാഭാവികമായിട്ട് ഉന്നയിക്കും. സ്വാഭാവികമായിട്ട് 1 വർഷം കഴിഞ്ഞു വയനാട് ദുരന്തം സംഭവിച്ചിട്ട്. ടൗൺഷിപ്പ് പക്ഷേ എന്തായി എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായി സർക്കാർ മറുപടി പറയേണ്ടി വരില്ല. ഇതൊക്കെ പറഞ്ഞാലും ഈ സഭാ സമ്മേളനത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബജറ്റാണ്. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ബജറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ജനപ്രിയ ബജറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ഒരു സംശയം ഉണ്ടാവില്ല അല്ലേ? അതുണ്ടാവില്ല. മാത്രമല്ല പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വേറൊരു കാര്യമുണ്ട്, ഇതിനകത്തൊരു സാമുദായിക ടോൺ ഈ ബജറ്റിൽ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം പ്രധാനമാണ്. അപ്പോൾ എന്തായാലും ഈ നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത് കലുഷിതമായിരിക്കും. അതിനൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും വലിയ പോരാട്ടത്തിൻ്റെ ഒരു വേദി. എങ്ങനെയായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണം നടക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചനയെല്ലാം നമുക്ക് സഭയ്ക്കുള്ളിൽ കാണാൻ സാധിക്കും.